ഹായ് ഫ്രണ്ട്സ്, നിങ്ങളെ എല്ലാവരെയും സക്സസ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. എന്താണ് സക്സസ്? ഒരു സർവേയുടെ അടിസ്ഥാനത്തിൽ സക്സസിൻ്റെ പരിഭാഷ എല്ലാവരിലും വേറെ വേറെയാണ്. ചിലരുടെ അഭിപ്രായത്തിൽ നല്ല ഒരു ജോലി ലഭിക്കുക എന്നതാണ് സക്സസ്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് അസുഖങ്ങളൊന്നും വരാതെ എന്നും ആരോഗ്യവാനായി ഇരിക്കുക എന്നുള്ളതാണ് സക്സസ്. മറ്റു ചിലർ പറയുന്നത് സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളായി മാറുക എന്നുള്ളതാണ് സക്സസ്. എന്നാൽ ഈ ലോകത്തുള്ള 78% ആളുകളും പറയുന്നത് കയ്യിൽ ഒരുപാട് പണം ഉണ്ടാവുകയും ആ പണം കൊണ്ട് തൻ്റെ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അധിക ആളുകളും രാവും പകലും അധ്വാനിച്ചതിന് ശേഷവും അവർ സമ്പന്നർ ആവാത്തത് എന്തുകൊണ്ട്? ഈ ലോകത്ത് മൊത്തത്തിൽ സമ്പാദിക്കുന്നവരെ 4 ഭാഗമായി തിരിക്കാം. അതിൽ ഒന്നാമതായി ലെഫ്റ്റ് സൈഡിൽ എംപ്ലോയി, സെൽഫ് എംപ്ലോയി, റൈറ്റ് സൈഡിൽ ബിസിനസ്മാൻ, പിന്നെ ഇൻവെസ്റ്ററും. എന്നാൽ ഈ ലെഫ്റ്റ് സൈഡിലുള്ള എംപ്ലോയി, സെൽഫ് എംപ്ലോയിക്ക് ജീവിതത്തിൽ കൂടുതൽ ഒന്നും സമ്പാദിക്കുവാൻ സാധിക്കുന്നില്ല. കാരണം ഇവർ ജീവിതം മുഴുവൻ ഇൻഡിവിജ്വൽ വർക്കാണ്, ഇൻഡിവിജ്വൽ എഫേർട്ടാണ് ചെയ്യുന്നത്. കൂടാതെ ഇവർക്ക് ലഭിക്കുന്നത് ആക്റ്റീവ് ഓർ ലിമിറ്റഡ് ഇൻകമാണ്. ഇവരുടെ ഇൻകം ഫിക്സ് ആണ്. ഇവർ എന്നുവരെ വർക്ക് ചെയ്യുന്നുവോ അന്നുവരെ ഇവർക്ക് ഇൻകം ലഭിക്കുന്നു. എന്നാൽ എന്ന് ഇവർ വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എന്ന് വരുന്നോ അന്ന് ഇവരുടെ ഇൻകവും നിലക്കുന്നു. ഒരു ദിവസം ഇവർ കൂടുതലായി വർക്ക് ചെയ്യുന്നത് വെറും 8 മുതൽ 12 മണിക്കൂർ വരെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ സമയത്തിനനുസരിച്ചുള്ള ഇൻകം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇവരുടെ വർക്ക് ചെയ്യാനുള്ള സമയം ഫിക്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇൻകവും ഫിക്സ് ആയിരിക്കും. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് കഴിവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് പോലും ലെഫ്റ്റ് സൈഡിലുള്ള എംപ്ലോയിക്കും സെൽഫ് എംപ്ലോയിക്കും ജീവിതത്തിൽ കൂടുതൽ ഒന്നും തന്നെ സമ്പാദിക്കുവാൻ സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ ജോലി ചെയ്ത് എല്ലാ കാര്യത്തിലും കോംപ്രമൈസ് ചെയ്ത് ജീവിതം മുഴുവൻ അഡ്ജസ്റ്റ് ചെയ്തു പോവുകയാണ്. എന്നാൽ റൈറ്റ് സൈഡിലുള്ള ബിസിനസ്മാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്നില്ല. ഇവർ ഒരു ടീം ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. ഇവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഇവരുടെ ടീമിൽ ആയിരങ്ങളും ലക്ഷങ്ങളും ആളുകളാണ് വർക്ക് ചെയ്യുന്നത്. അവർ ചെയ്യുന്ന വർക്കിൻ്റെ ഒരു നിശ്ചിത വരുമാനമാണ് ഇവർക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇൻകം അൺലിമിറ്റഡ് ആണ്. യാതൊരു വിധത്തിലുള്ള ടൈം ലിമിറ്റേഷൻസും ഇവർക്കില്ല. ഇവർ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും ഇവരുടെ ടീം വർക്ക് ചെയ്യുന്നതിന് വരുമാനം ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇവർ ഇവരുടെ ജീവിതത്തിൽ ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യുന്നില്ല. എല്ലാ കാര്യങ്ങളും അതാത് സമയം തന്നെ നേടിയെടുക്കുന്നു. ഇങ്ങനെയുള്ളവർ അവരുടെ ജീവിതം എൻജോയ് ചെയ്ത് ജീവിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ വർക്ക് ചെയ്യുന്ന 95% പേരുടെ കയ്യിൽ ലോക സമ്പാദ്യത്തിൻ്റെ 5%വും, എന്നാൽ റൈറ്റ് സൈഡിൽ വർക്ക് ചെയ്യുന്ന 5% പേരുടെ കയ്യിൽ ലോക സമ്പാദ്യത്തിൻ്റെ 95% വരുമാനവുമാണ് ഉള്ളത്. ഇന്ന് നിങ്ങൾക്ക് ഈ നിമിഷം ഇവിടെ വെച്ച് ഒരു തീരുമാനമെടുക്കാം. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ ഉള്ളതുപോലെ എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണോ, അതോ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കുവാൻ പറ്റുന്ന ഒരു ബിസിനസ് അവസരം തിരഞ്ഞെടുക്കണോ എന്നത്. ബിസിനസ്സിനെ 2 തരമായി തിരിക്കാം: ട്രഡീഷണൽ ബിസിനസ്, ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്. ഈ 2 ബിസിനസ്സിലും ഒരു മാനുഫാക്ചററും ഒരു കസ്റ്റമറും ഉണ്ടായിരിക്കും. ട്രഡീഷണൽ ബിസിനസ്, അതായത് ഞങ്ങൾ ഇന്ന് സാധനം വാങ്ങി ഉപയോഗിക്കുന്ന രീതി. ഇതിൽ ഒരു മാനുഫാക്ചർ ഒരു പ്രൊഡക്റ്റ് 40 രൂപയ്ക്ക് നിർമ്മിച്ച് അത് കസ്റ്റമറിൻ്റെ കയ്യിൽ എത്തുമ്പോഴേക്കും അത് 100 രൂപയായി മാറുന്നു. എന്നാൽ ഈ ബാക്കി വരുന്ന 60 രൂപ എവിടെ പോകുന്നു? ഈ 60 രൂപ മാനുഫാക്ചറിനും കസ്റ്റമറും ഇടയ്ക്ക് പ്രവർത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഇതിനുവേണ്ടി പ്രവർത്തിച്ച പരസ്യ കമ്പനിക്കുമാണ് പോകുന്നത്. എന്നാൽ ഡയറക്റ്റ് സെല്ലിങ്ങിലും 40 രൂപയ്ക്ക് നിർമ്മിച്ച പ്രൊഡക്റ്റ് 100 രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ വ്യത്യാസം ഇത്രമാത്രം: ട്രഡീഷണൽ ബിസിനസ്സിൽ പരസ്യ കമ്പനികൾക്കും ഏജന്റുമാർക്കും കൊടുക്കുന്ന 60 രൂപ ഇവിടെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോ കസ്റ്റമേഴ്സിനും ആണ് ലഭിക്കുന്നത് എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തിക്കും തൻ്റെ ടീം വർക്കിൻ്റെ അൺലിമിറ്റഡ് ഇൻകമാണ് ലഭിക്കുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി ലോകത്തെ ഏറ്റവും മഹത്തായ ബിസിനസ് കമ്പനി ആയി എന്തുകൊണ്ട് മാറുന്നു? കാരണം ഇവിടെ യാതൊരു വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുമില്ല. ഇവിടെ ഒരു ഷോപ്പ് വയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വിദ്യാഭ്യാസം ഒരു മാനദണ്ഡമല്ല. സമ്പാദിക്കുന്നതിന് ഒരു പരിധിയുമില്ല. എത്ര വേണമെങ്കിലും ഇതിൽ നിന്നും സമ്പാദിക്കാം. കൂടാതെ ഇതിൽ യാതൊരു വിധത്തിലുള്ള റിസ്ക്കും ഇല്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് സേഫ് ആൻഡ് ബെസ്റ്റ് ബിസിനസ് ആയാണ് ലോകം മുഴുവൻ കാണുന്നത്. ഇനി ഒരു നല്ല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയെ എങ്ങനെ തിരഞ്ഞെടുക്കാം? ബെസ്റ്റ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ ഗുണങ്ങളിൽ ഒന്ന്, ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കണം ആ കമ്പനിയുടേത്. ആ കമ്പനിയുടെ റെക്കോർഡ്, ഹിസ്റ്ററി നല്ലതായിരിക്കണം. ബിസിനസ് പ്ലാൻ പവർഫുള്ളും ഏത് സാധാരണ വ്യക്തിക്കും മനസ്സിലാവുന്ന വിധത്തിലും ഉള്ളതായിരിക്കണം.
കോമൺ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരിക്കണം. ഈ മേഖലയിൽ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതും നല്ല എക്സ്പീരിയൻസും ഉള്ള ഒരു മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ബിസിനസ് പ്ലാൻ ഏത് വ്യക്തിക്കും ഏത് സാധാരണക്കാരനും മനസ്സിലാക്കുന്ന വിധത്തിലുള്ളതായിരിക്കണം. ഇത്രയും ഗുണങ്ങളുള്ള കമ്പനിയെ ഞങ്ങൾക്ക് ഒരു നല്ല ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി എന്ന് വിളിക്കാം. ഞാൻ പറയാൻ പോകുന്ന കമ്പനിക്ക് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കാം. ഈ കമ്പനിയിൽ മൊത്തം 6 ബ്രാൻഡുകളാണ് ഉള്ളത്. എലമെൻറ്റ്സ് വെൽനസ്, ഓൺ ആൻഡ് ഓൺ, ആഹാർ, MI ഹോം, ന്യൂ സ്റ്റാർ, ഇന്ത്യ ഗ്രോ. ഇതിൽ ആദ്യം പറഞ്ഞ 2 ബ്രാൻഡുകളും പ്രീമിയം പ്രൊഡക്റ്റുകളാണ് സപ്ലൈ ചെയ്യുന്നത്. എലമെൻറ്റ്സ് വെൽനസ് ആയുർവേദ പ്രൊഡക്റ്റുകൾ നിർമ്മിക്കുന്നു, എന്നാൽ ഓൺ ആൻഡ് ഓൺ ന്യൂട്രീഷൻ പ്രൊഡക്റ്റുകളാണ് നിർമ്മിക്കുന്നത്. എലമെൻറ്റ്സിൻ്റെ ഒരുവിധത്തിലുള്ള എല്ലാ പ്രൊഡക്റ്റുകൾക്കും ആയുഷ് പ്രീമിയം സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഓൺ ആൻഡ് ഓൺ കമ്പനിക്ക് ഫസയുടെ, അതായത് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. നിയമമനുസരിച്ച് എന്തെല്ലാം ഡോക്യുമെൻറ്റുകൾ കമ്പനിക്ക് വേണമോ ആ ഡോക്യുമെൻറ്റുകളൊക്കെ കമ്പനിയുടെ കയ്യിൽ ഉണ്ട്. കൂടാതെ കമ്പനിയുടെ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് വെജിറ്റേറിയൻ കാറ്റഗറിയിൽ പെടുന്നത് കൊണ്ട് തന്നെ നല്ല റിസൾട്ടും നല്ല ഡിമാൻഡും ആണ് എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഉള്ളത്. ഈ പ്രൊഡക്റ്റുകളൊക്കെ നിർമ്മിക്കുന്നതിന് പിന്നിൽ വലിയ ഒരു ഡോക്ടേഴ്സിൻ്റെയും സയൻറ്റിസ്റ്റിൻ്റെയും ടീം തന്നെയാണ് ഉള്ളത്. അതിൽ എടുത്തു പറയേണ്ട വ്യക്തിത്വം ഒന്ന് മിസ്റ്റർ KK രാജേഷ്. ഇദ്ദേഹത്തിന് ആയുർവേദത്തിൽ 35 വർഷത്തിന് മേലെ എക്സ്പീരിയൻസും കൂടാതെ ഹിന്ദുസ്ഥാൻ ലിവർ, ഡാബർ ഇന്ത്യ പോലുള്ള വലിയ വലിയ കമ്പനിയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായും ഇദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തതായി ഡോക്ടർ സത്യനാൽ പട്ടേൽ. ഇദ്ദേഹത്തിന് അഗ്രികൾച്ചർ മേഖലയിൽ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നതിന് പിന്നിൽ ഇദ്ദേഹത്തിന് വലിയ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് ഉള്ളത്. അടുത്തതായി 45 വർഷത്തിന് മേലെ ആയുർവേദ എക്സ്പീരിയൻസും ആയുർവേദത്തിലെ സയൻറ്റിസ്റ്റും കൂടിയായ ഡോക്ടർ DBA നാരായണ ആണ്. ഇദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കും കമ്മിറ്റ്മെൻറ്റും കൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് ഇദ്ദേഹത്തെ പത്മഭൂഷൺ അവാർഡ് കൊടുത്ത് സമ്മാനിച്ചിരിക്കുകയാണ്. ഇതുപോലെയുള്ള ഒരുപാട് ഡോക്ടേഴ്സിൻ്റെയും സയൻറ്റിസ്റ്റിൻ്റെയും വലിയ ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അടുത്തത് കമ്പനിയുടെ അച്ചീവേഴ്സിൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുകയാണെങ്കിൽ 1000-ന് മേലെ ആളുകളാണ് ഇതുവരെ കമ്പനിയുടെ സീലിംഗ് എമൗണ്ട് ആയ വീക്കിലി ഇൻകം 2,10,000 വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. 10,000-ന് മേലെ ആളുകൾ ഫോറിൻ ട്രിപ്പ് അച്ചീവേഴ്സ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഒരു ഡയമണ്ട് റാങ്ക് അച്ചീവേഴ്സിന് കിട്ടുന്ന വരുമാനം എന്താണെന്ന് വെച്ചാൽ 30 ലക്ഷത്തിനും 70 ലക്ഷത്തിനും ഇടയ്ക്കാണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവരൊക്കെ നിങ്ങളെപ്പോലെ സാധാരണ കുടുംബത്തിൽ ജീവിച്ച് വളർന്നവരാണ്. 2000-ന് മേലെ ആളുകൾ BMW, മെർസിഡസ് ബെൻസ്, ജഗ്വർ പോലുള്ള പ്രീമിയം കാർ അച്ചീവേഴ്സാണ്. 50,000-ന് മേലെ ആളുകൾ ഇൻഷുറൻസ് പോളിസി ഹോൾഡേഴ്സ് ആയി കഴിഞ്ഞിരിക്കുന്നു. ലക്ഷത്തിന് മേലെ ആളുകൾ ഇതിലെ പ്രൊഡക്റ്റുകൾ കഴിച്ച് രോഗങ്ങൾ മാറി വളരെ ആത്മാർത്ഥതയോടെ ആത്മവിശ്വാസത്തോടെ ഈ ബിസിനസ്സിനെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഈ കമ്പനിയിൽ ബിസിനസ് തുടങ്ങുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായി 700-ൽ പരം ഷോപ്പുകളാണ് ഈ കമ്പനിക്കുള്ളത്. ഈ കമ്പനിയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി ഇന്ത്യ ഗവൺമെൻറ് അംഗീകൃതമുള്ള ഹാർവെസ്റ്റ് അക്കാഡമി മുഖാന്തരം നിങ്ങൾക്ക് പലതരത്തിലുള്ള ട്രെയിനിങ്ങുകൾ ഫ്രീ ആയി കമ്പനി തരുന്നു. ഘട്ടം ഘട്ടമായുള്ള ട്രെയിനിങ്ങിൻ്റെ പേര് ഇപ്രകാരമാണ്: HM ഹോം മീറ്റിംഗ്, ടീം മീറ്റിംഗ്, GTS ഗേറ്റ് വേ ടു സക്സസ്, FSS ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ്, ATP അഡ്വാൻസ്ഡ് ട്രെയിനിങ് പ്രോഗ്രാം, RTP റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം. ഇങ്ങനെയുള്ള ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക വഴി നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ എങ്ങനെ ചെയ്യാം, എന്താണ് ബിസിനസ് പ്ലാൻ, എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് കമ്പനിക്കുള്ളത്, ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെ എന്നുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുവാൻ സാധിക്കുന്നു. നിങ്ങൾ ഓരോ റാങ്ക് അച്ചീവ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് പല തരത്തിലുള്ള ട്രെയിനിങ്ങുകളും കിട്ടിക്കൊണ്ടിരിക്കും. ഹൗ ടു സ്റ്റാർട്ട് ദ ബിസിനസ്, എങ്ങനെ ഈ ബിസിനസ് തുടങ്ങാം. ഒരു സ്പോൺസറിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഓൺലൈൻ വഴി ഈ കമ്പനിയിൽ അംഗമാകാം. നിങ്ങളുടെ പേര് ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി കമ്പനി നിങ്ങൾക്ക് ഒരു യൂസർ ഐഡിയും പാസ്വേഡും നൽകുന്നു. ഈ യൂസർ ഐഡിയും കിട്ടുന്നതോടുകൂടി നിങ്ങൾ കമ്പനിയുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞിരിക്കുന്നു. ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നതോടുകൂടി കമ്പനി നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ 10 മുതൽ 40% ഡിസ്കൗണ്ടോടുകൂടി പ്രൊഡക്റ്റുകൾ നൽകി തുടങ്ങുന്നു. എന്നാൽ
നിങ്ങൾ ഇതിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് 6 തരം ഇൻകം കമ്പനി തരാൻ തുടങ്ങുന്നു. അതിൽ ഒന്നാമതായി വരുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ്, രണ്ടാമത്തേത് സെയിൽ ടേൺ ഓവർ ബോണസ് അതായത് വീക്ക്ലി ഇൻകം, മൂന്നാമത്തേത് പെർഫോമൻസ് ബോണസ്, നാലാമത്തേത് റാങ്ക് ഇൻകം, അഞ്ചാമത്തേത് ലോയൽറ്റി ഇൻകം, ആറാമത്തേത് ഡയമണ്ട് റോയൽറ്റി ബോണസ്. ഇതുകൂടാതെ കമ്പനി തരുന്ന മറ്റ് ബെനിഫിറ്റുകളാണ് നോമിനി ഫെസിലിറ്റി, ഇൻഷുറൻസ് കവറേജ്, പിന്നെ അവാർഡ് ആൻഡ് റിവാർഡ്സ്. ഇതിൽ എല്ലാ ഇൻകത്തിനെ പറ്റിയും പറയുകയാണെങ്കിൽ വീഡിയോ വളരെ വലുതാവും, അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2-3 ഇൻകത്തിനെ പറ്റി പറയാം. റീറ്റെയിൽ പ്രോഫിറ്റ്, നിങ്ങൾ ഇതിൽ ഡിസ്ട്രിബ്യൂട്ടർ ആവുന്നതോടുകൂടി നിങ്ങൾക്ക് എല്ലാ പ്രൊഡക്റ്റുകളും ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിലാണ് ലഭിക്കുന്നത്. ഈ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിൽ കിട്ടുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾ പുറത്ത് MRPക്ക് കൊടുക്കുകയാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസിനും MRPക്കും ഇടയിൽ വരുന്ന വേരിയേഷൻ ആണ് നിങ്ങളുടെ റീറ്റെയിൽ പ്രോഫിറ്റ്. ഉദാഹരണത്തിന് 100 രൂപ MRP ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് 60 രൂപക്കാണ്. ഇത് നിങ്ങൾ പുറത്ത് 100 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 40 രൂപയാണ് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്നത്. ഒരു ദിവസം നിങ്ങൾ 10 പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ 40 ഗുണിക്കണം 10, 400 രൂപ നിങ്ങളുടെ ഒരു ദിവസത്തെ ലാഭമാണ്. ഇത് ഒരു മാസം കണക്ക് കൂട്ടുകയാണെങ്കിൽ 400 ഗുണിക്കണം 30, 12,000 രൂപ നിങ്ങളുടെ വരുമാനമാണ്. നിങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എത്ര വാങ്ങിക്കണം, എത്ര കൊടുക്കണം എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ നെറ്റ്വർക്ക് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി ബാക്കിയുള്ള 5 തരത്തിലുള്ള ഇൻകവും കിട്ടിത്തുടങ്ങും. അതിൽ ഒരു വരുമാനമാണ് സെയിൽ ടേൺ ഓവർ ബോണസ്. എന്താണ് സെയിൽ ടേൺ ഓവർ ബോണസ്? സെയിൽ ടേൺ ഓവർ ബോണസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ ബിസിനസ് വോളിയം എന്താണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് റേറ്റിൻ്റെ 75% കമ്പനി ബിസിനസ് വോളിയമായി കണക്കാക്കുന്നത്. ഇനി അങ്ങോട്ട് ഞാൻ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ബിസിനസ് വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നിങ്ങൾ കമ്പനിയിൽ പേര് രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി കമ്പനി നിങ്ങൾക്ക് 2 ഓർഗനൈസേഷൻ തരുന്നു. ഓർഗനൈസേഷൻ 1, ഓർഗനൈസേഷൻ 2. ഇതിനെ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡ് എന്നുകൂടി നമുക്ക് പറയാം. ഈ 2 ഓർഗനൈസേഷനിലും നടക്കുന്ന ബിസിനസ്സിൻ്റെ മാച്ചിങ്ങിൻ്റെ 12% കമ്പനി നിങ്ങൾക്ക് സെയിൽ ടേൺ ഓവർ ബോണസായി തരുന്നത്. ഇത് ഒരു ആഴ്ച വരുമാനമാണ്. നമുക്ക് ഇതിനെ ഒരു ഉദാഹരണ സഹിതം മനസ്സിലാക്കാം. നിങ്ങളുടെ ഓർഗനൈസേഷൻ 1-ൽ എക്കും ഓർഗനൈസേഷൻ 2-ൽ ബിക്കും നിങ്ങൾ ഈ ബിസിനസ് അവസരം നൽകുന്നു. എയും ബിയും 10,000 ബിസിനസ് വോളിയത്തിൻ്റെ പർച്ചേസ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് 10,000 ബിസിനസ് വോളിയത്തിൻ്റെ മാച്ചിങ് ഇൻകം 12% 1,200 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത പ്രകാരം എ സിക്കും ഡിക്കും, ബി എക്സിനും വൈക്കും ഈ ബിസിനസ് അവസരം നൽകുന്നു. സിയും ഡിയും എക്സും വൈയും നിങ്ങൾ ചെയ്ത അതേ പ്രവൃത്തിയെ അനുകരിക്കുകയും 10,000 ബിസിനസ് വോളിയത്തിൻ്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതോടുകൂടി എക്കും ബിക്കും നിങ്ങൾക്ക് ലഭിച്ച അതേപോലെ 1,200 രൂപ അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു. എന്നാൽ നിങ്ങളുടെ ഓർഗനൈസേഷൻ 1-ൽ 20,000 ബിസിനസ് വോളിയത്തിൻ്റെയും ഓർഗനൈസേഷൻ 2-ൽ 20,000 ബിസിനസ് വോളിയത്തിൻ്റെയും മാച്ചിങ് ഇൻകം 12% 2,400 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നു. ഇതിനെ ഞങ്ങൾക്ക് ഒരു ചാർട്ട് വഴി മനസ്സിലാക്കാം. ഓർഗനൈസേഷൻ 1-ൽ 10,000-ൻ്റെയും ഓർഗനൈസേഷൻ 2-ൽ 10,000 ബിസിനസ് വോളിയത്തിൻ്റെയും പർച്ചേസ് നടക്കുകയാണെങ്കിൽ അതിന് 12% സെയിൽ ടേൺ ഓവർ ബോണസ് നിങ്ങൾക്ക് 1,200 രൂപ കമ്പനി നൽകുന്നു. അടുത്ത ആഴ്ച 20,000-ൻ്റെ ബിസിനസ് നടക്കുകയാണെങ്കിൽ 2,400 രൂപ കമ്പനി തരുന്നു. ഇങ്ങനെ 2 സൈഡും ഒരുപോലെ പോകണമെന്നില്ല, ചില വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷൻ 1-ൽ 1,00,000-ൻ്റെയും ഓർഗനൈസേഷൻ 2-ൽ 2,00,000-ൻ്റെ ബിസിനസ് നടക്കുകയാണെങ്കിൽ 1,00,000-ൻ്റെ മാച്ചിങ് ഇൻകം 12,000 രൂപ നിങ്ങൾക്ക് കമ്പനി തരുകയും ഓർഗനൈസേഷൻ 2-ൽ ബാക്കിയായ 1,00,000 ബിസിനസ് വോളിയം അടുത്ത വീക്കിൽ ക്യാരി ഫോർവേഡായി പോവുകയും ചെയ്യുന്നു. അടുത്ത വീക്കിൽ ഓർഗനൈസേഷൻ 1-ൽ 5,00,000-ൻ്റെ ബിസിനസ് വോളിയം നടക്കുകയും എന്നാൽ ഓർഗനൈസേഷൻ 2-ൽ 4,00,000-ൻ്റെ ബിസിനസ് നടക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച ക്യാരി ഫോർവേഡായി വന്ന 1,00,000 രൂപയും കൂടി അതിൽ കൂട്ടി 5,00,000-ൻ്റെ ബിസിനസ് നടക്കുന്നു. അതോടുകൂടി നിങ്ങൾക്ക് 5,00,000-ൻ്റെ മാച്ചിങ് ഇൻകം 60,000 രൂപ കമ്പനി നൽകുന്നു. 10,00,000-ൻ്റെ ബിസിനസ് നടക്കുകയാണെങ്കിൽ 1,20,000 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നു. എന്നാൽ അഗാധമായി ഈ ഒരു എമൗണ്ട് തരുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ മാച്ചിങ് ഇൻകമായ സീലിംഗ് എമൗണ്ടായ 17,00,000 മാച്ചിങ് ആവുന്നതോടുകൂടി നിങ്ങൾക്ക് 2,10,000 കമ്പനി തന്നുകൊണ്ടിരിക്കുന്നു.
എന്നാൽ ഇതിനും മേലെ എത്രമാത്രം ബിസിനസ് നടന്നു കഴിഞ്ഞാലും ഇതിൽ കൂടുതൽ കമ്പനിക്ക് തരുവാൻ സാധിക്കുകയില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം 17.5 ലക്ഷം എപ്പോൾ എങ്ങനെ മാച്ചാവും എന്നല്ലേ? ഇത് ഒരു ഉദാഹരണ സഹിതം മനസ്സിലാക്കാം. നിങ്ങളുടെ ടീമിൽ പുതുതായി വരുന്ന ഓരോ വ്യക്തിയും ഒരു മാസം കൊണ്ട് വെറും 2 പേരെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ, അവർ വെറും 5000 ബിസിനസ് വോളിയം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തെ മാസം, ഒന്നാമത്തെ മാസം നിങ്ങളുടെ ടീമിൽ ഓർഗനൈസേഷൻ 1ലും ഓർഗനൈസേഷൻ 2ലും ഓരോ ആൾ വരികയും അവർ 5000 പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന് മാച്ചിങ് ഇൻകം 600 രൂപ നിങ്ങൾക്ക് ലഭിക്കുന്നു. അടുത്ത ആഴ്ച 2 പേര് വരികയാണെങ്കിൽ അത് 2 പേരും 5000 പർച്ചേസ് നടക്കുകയാണെങ്കിൽ 10,000 മാച്ചിങ് ഇൻകം നിങ്ങൾക്ക് 1200 രൂപ ലഭിക്കുകയും, മൂന്നാമത്തെ മാസം 4 പേര് വരികയും 4 പേരും 5000 ബിസിനസ് നടത്തുന്നതോടുകൂടി 20,000 2400 രൂപ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്ന 8 ആൾ വരികയാണെങ്കിൽ 40,000 ബിസിനസ് വോളിയം 4,800 രൂപയും, 16 ആൾ വരുന്നതോടുകൂടി നിങ്ങൾക്ക് 80,000 ബിസിനസ് വോളിയം 9,600 രൂപ, അതോട് 32 ആൾ വരുന്നതോടുകൂടി 19,200 രൂപ, 64 ആൾ വരുന്നതോടുകൂടി 38,400 രൂപ, 128 ആൾ വരുന്നതോടുകൂടി 76,800 രൂപ, 256 ആൾ വരുന്നതോടുകൂടി 1,53,600 രൂപയും, 512 ആൾ വരുന്നതോടുകൂടി 3,07,200 രൂപയും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഈ 3,07,200 രൂപ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഇതിനു മുന്നേ സൂചിപ്പിച്ചതുപോലെ തന്നെ കമ്പനി ഈ ഒരു സെയിൽ ടേണർ ബോണസ് ഒരു സീലിംഗ് എമൗണ്ട് വച്ചിരിക്കുന്നു. ആ ഒരു സീലിംഗ് എമൗണ്ടിൻ്റെ ബിസിനസ് വോളിയം 17 ലക്ഷത്തിൻ്റെ മാച്ചിങ് ഇൻകം 2,10,000 രൂപ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ കൃത്യമായ പ്ലാനോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് 10 മാസം കൊണ്ട് കമ്പനിയുടെ സീലിംഗ് എമൗണ്ടായ 2,10,000 നേടിയെടുക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരു മാസത്തിൽ ഒരാളെ ജോയിൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് 20 മാസം കൊണ്ട്, അതായത് 2 വർഷത്തിനിടയിൽ തന്നെ 2,10,000 നേടിയെടുക്കുവാൻ സാധിക്കും. എന്നാൽ കമ്പനിയിൽ ജോയിൻ ചെയ്തതുകൊണ്ട് മാത്രം ഇത് കിട്ടുമോ? ഇല്ല. ഇത് കമ്പനിയുടെ ബിസിനസ് പ്ലാനും പ്രൊഡക്റ്റ് നോളജും അത്യാവശ്യമാണ്. ഇത് എവിടുന്ന് ലഭിക്കുന്നു? അതിന് നിരന്തരമായി ഹാർവെസ്റ്റ് അക്കാഡമി തരുന്ന ഓരോ ട്രെയിനിങ് പ്രോഗ്രാമുകളും മിസ് ചെയ്യാതെ അറ്റൻഡ് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇത് നേടിയെടുക്കുവാൻ സാധിക്കുന്നു. അടുത്തത് പെർഫോമൻസ് ബോണസ്. ഇത് കമ്പനിയുടെ ഫസ്റ്റ് റാങ്കായ ടീം കോർഡിനേറ്ററിൽ നിന്നുമാണ് തുടങ്ങുന്നത്. 4 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ 2 ബ്രാഞ്ചുകളിലും 1 ലക്ഷത്തിൻ്റെ ബിസിനസ് നടക്കുകയാണെങ്കിൽ കമ്പനിയുടെ മൊത്തം ടേൺ ഓവറിൻ്റെ 1.5% കമ്മീഷൻ നിങ്ങൾക്ക് കമ്പനി പെർഫോമൻസ് ബോണസായി നൽകുന്നു. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ മാസം എത്ര പെർഫോമൻസ് ബോണസ് അച്ചീവർ ഉണ്ട് എന്നുള്ളതിലാണ്. അടുത്ത ഒരു ഇൻകമാണ് റാങ്ക് ഇൻകം. ഇത് കമ്പനിയുടെ ടേൺ ഓവറിൻ്റെ 2% മുതൽ 7% വരെയാണ് നൽകുന്നത്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഏത് റാങ്കിൽ ആണ് ഉള്ളത് എന്നതാണ്. റാങ്ക് ഇൻകം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർ സിൽവർ റാങ്ക് മുതലാണ്. ഇത്രയും ലളിതവും പവർഫുൾ ആയതും ഏതൊരു സാധാരണക്കാരനും എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമായ അൺലിമിറ്റഡ് ഇൻകം ഞങ്ങൾക്ക് തരുന്ന, കൂടെ വരുന്നവരുടെ വിജയത്തിലൂടെ തൻ്റെ വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഈ മഹത്തായ ബിസിനസ് അവസരത്തിൻ്റെ പേരാണ് MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ്. ഈ കമ്പനി 13 ആഗസ്റ്റ് 2013 ചെന്നൈയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കമ്പനിയുടെ കോർപ്പറേറ്റ് ഓഫീസ് ന്യൂഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ബ്രാഞ്ചുകൾ മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, പിന്നെ കൊച്ചിയിലുമാണ് ഉള്ളത്. കമ്പനിയുടെ ലീഗൽ ഡോക്യുമെൻ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കമ്പനി ISO 9001:2015 സർട്ടിഫൈഡ് ആണ്. കമ്പനി FDSA സർട്ടിഫൈഡ് ആണ്. കമ്പനി ഫിക്കിയിൽ അംഗമാണ്. കമ്പനിയുടെ പാൻ കാർഡ്, GST എന്നുവേണ്ട ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിക്ക് എന്തെല്ലാം ഡോക്യുമെൻറ്റുകളാണോ ആവശ്യം അതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ CEO മിസ്റ്റർ കൈലാഷ് ഭട്ടഡ് ആണ്. ഇദ്ദേഹത്തിന് 18 വർഷത്തെ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. കമ്പനിയുടെ COO മിസ്റ്റർ സലിൽ മാത്യു, ഇദ്ദേഹത്തിന് 20 വർഷത്തെ ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ എക്സ്പീരിയൻസും 30 വർഷത്തെ മൾട്ടിനാഷണൽ കമ്പനിയുടെ എക്സ്പീരിയൻസുമാണ് ഉള്ളത്. മാനേജ്മെൻറ്റിൽ ബാക്കി വരുന്ന എല്ലാ അംഗങ്ങളും വർഷങ്ങളോളം ഉള്ള എക്സ്പീരിയൻസ് ഹോൾഡേഴ്സാണ്. അതുകൊണ്ട് തന്നെ വെറും 7 പ്രൊഡക്റ്റുമായി തുടങ്ങിയ ഈ കമ്പനി ഇന്ന് 6 ബ്രാൻഡുകളോട് കൂടി ഇന്ത്യയിലെ ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ കഴിഞ്ഞ പല വർഷങ്ങളായി 1ാം സ്ഥാനത്ത് തുടരുകയാണ്. അവസാനമായി
എനിക്ക് നിങ്ങളോട് ഒന്നേ പറയുവാനുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ 2 വഴികളാണുള്ളത്. ഒന്ന്, ഇപ്പോൾ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പ്രസൻറ്റ് ലൈഫ്. രണ്ടാമത്തേത്, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും നിറവേറ്റിയെടുക്കുവാൻ പറ്റുന്ന MI ലൈഫ് സ്റ്റൈൽ കമ്പനിയുടെ ഒരു അംഗമാകുക. തീരുമാനം നിങ്ങളുടേതാണ്. താങ്ക് യു ഓൾ.